തന്നെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് ഡിറ്റർമിനൻസ്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കുറെ കൺസെപ്റ്റ്സ് ഒക്കെ ആവശ്യമുള്ള ചാപ്റ്റർ ആണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് x4 which ഡിറ്റർമിനന്റ് ഓഫ് 3x x1 is equal to 3241. അതായത് ഈ രണ്ട് ഡിറ്റർമിനൻസ് ഈക്വൽ ആണ്, അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ടാസ്ക്. നമ്മൾ മെട്രിക്സിലായിരുന്നെങ്കിൽ കറസ്പോണ്ടിങ് പൊസിഷൻസ് വെച്ച് നമുക്ക് ഈക്വൽ ആണെന്ന് പറയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യണം. എങ്ങനെയാണ് 2/2 മെട്രിക്സ് ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുന്നത്? ഇപ്പം നോക്കിയേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 × 1 മൈനസ് 8. അപ്പോൾ രണ്ട് സൈഡും 3 ഉള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 8 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ 8 ആണ്. അപ്പോൾ എക്സ് എന്ത് വരും? റൂട്ട് ഓഫ് 8 എന്ന് വരും അല്ലേ? അതെന്തെടുക്കണം? പ്ലസ് ഓർ മൈനസ്. കാരണം റൂട്ടാണ്, സ്ക്വയർ റൂട്ടാണ് എടുക്കുന്നത്. നെഗറ്റീവ് വാല്യൂ വേണമെങ്കിലും വരാം. അപ്പം 8ന് നമുക്ക് എങ്ങനെ എഴുതാം? 2√2 എന്ന് എഴുതാം. സോ പ്ലസ് ഓർ മൈനസ് 2√2 ആണ് എക്സിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി ഒരു റിസൾട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു മെട്രിക്സ്, ഇപ്പം ഒരു സം മെട്രിക്സ് കെ ഇൻറ്റു ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അതിന്റെ ഡിറ്റർമിനന്റ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം സപ്പോസ് ചെയ്താ 2, 8, 16, 4 ഇതിലെല്ലാത്തിലും നമുക്കറിയാം ഒരു 2 കോമൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 2നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 2നെ ഇതിന്റെ ഓർഡർ എത്രയാ? 2/2 മെട്രിക്സ് അല്ലേ? ആ 2 ഇപ്പം നമ്മളൊരു 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഓർഡർ വെച്ച് നമ്മൾ പവർ എടുക്കണം. എന്നിട്ട് ഈ മെട്രിക്സിനെ ഡിറ്റർമിനന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഈ റിസൾട്ട് ആയിട്ട് നമ്മൾ പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് കെ ബിയിൽ നിന്ന് കെനെ പുറത്തെടുക്കണമെങ്കിൽ k റേസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ നമ്മൾ അതായത് മെട്രിക്സിൽ നിന്നാണെങ്കിൽ കോമൺ ആയിട്ട് ഒരു 2 പുറത്തെടുക്കണമെങ്കിൽ ഒന്നുമില്ല, ചുമ്മാ 2 അങ്ങ് പുറത്തെടുത്താൽ മതി. പക്ഷേ ഡിറ്റർമിനന്റ് ഉള്ളിൽ നിന്ന് ഒരു 2 പുറത്തെടുക്കണമെങ്കിൽ നമ്മൾ ഈ ഓർഡർ വെച്ച് പവർ എടുക്കണം ആ നമ്പറിന്, എന്നിട്ട് വേണം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി n ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ a ഒരു 2 ഓർഡർ ഉള്ള മെട്രിക്സ് ആണ്, k ഏതോ ഒരു സ്കെയിലർ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് k is equal to 64 into ഡിറ്റർമിനന്റ് ഓഫ് a ആണ്. അങ്ങനെയാണെങ്കിൽ k ന്റെ വാല്യൂ വേണമെന്നാ. എടാ ഈ റിസൾട്ട് വെച്ചിട്ട് ഡിറ്റർമിനന്റ് ഓഫ് kb എന്ന് പറഞ്ഞാൽ എന്താ? k റേസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. ഓക്കെ, ഇവിടെ n എന്ന് പറഞ്ഞാൽ ഓർഡർ 2 ആണെന്ന് അറിയാം. സോ k സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ് 64 ഇൻറ്റു ഡിറ്റർമിനന്റ് ബി അല്ല എ അല്ലേ? ഓക്കെ, നമുക്ക് തൽക്കാലം ഇവിടെ ബി ആക്കിയേക്കാം. ഓക്കെ, ഇങ്ങനെ വന്നത് അന്ന് പറഞ്ഞാൽ എന്താ? 64 ആണ് k സ്ക്വയർ. സോ k സ്ക്വയർ ഇസ് ഈക്വൽ ടു 64, k ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 8. അപ്പോൾ ഓപ്ഷനിൽ 8 മാത്രമേ ഉള്ളൂ. സോ -8 ഇല്ല. സോ ദാറ്റ്സ് യുവർ ആൻസർ. ഓക്കെ, അടുത്തത് ഇതേ റിസൾട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ഏത് ഡിറ്റർമിനന്റ് 4 ആണ്, ഓർഡർ 2 ആണ്, അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് 3 എന്താണ്? മക്കളെ ഡിറ്റർമിനന്റ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണേ? 3നെ പുറത്തെടുക്കണമെങ്കിൽ പവർ എന്തെടുക്കണം? ഓർഡർ എടുക്കണം. സോ 3 സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് വരും. ഡിറ്റർമിനന്റ് ഓഫ് എ 4 ആണ്. സോ 9 ഇൻറ്റു 36. 9 ഇൻറ്റു 36. സോ 9 ഇൻറ്റു 36 അല്ല, 9 ഇൻറ്റു 4. 9 ഇൻറ്റു 4 36. ക്ലിയർ? സോ ഡിറ്റർമിനന്റ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ആണ്. എളുപ്പമല്ലേ ഇതൊക്കെ? ഇനി ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് ദ വെർട്ടിസസ് 2, 7, 1, 1 ആൻഡ് 10, 8. മക്കളെ ഇതിന് നമുക്കൊരു ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. അതായത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് x1 y1 1, x2 y2 1, x3 y3 1. എന്താണ് x1 x2 x3? ഈ തന്നിരിക്കുന്ന വെർട്ടീസസിനെ നമ്മൾ ഡിറ്റർമിനന്റ് ഉള്ളിൽ എഴുതുന്നു. ലാസ്റ്റ് കോളം നമ്മൾ 1 വെച്ച് ഫില്ല് ചെയ്യുന്നു, ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സിമ്പിൾ. സോ ഏരിയ ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് വാല്യൂ കിട്ടിയാലും നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. നോക്കിയേ, ഹാഫ് ഇൻറ്റു 2, 7, 1, 1, 1, 1, 10, 8, 1. ഓക്കെ, ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 1 മൈനസ് 8 മൈനസ് 7 ഇൻറ്റു 1 മൈനസ് 10 plus 1 into 8 minus 10. Okay, so half into 1 minus 8 എന്ന് പറഞ്ഞാൽ -7. -7 into 2 -14. -14. 1 minus 10 -9. -9 into -7 plus 63. പിന്നെ 8 minus 10 -2. So എന്താ ആൻസർ വരിക? ഹാഫ് ഇൻറ്റു 63 minus 16 അല്ലേ വരികടാ? യെസ്. അപ്പോൾ 13, ഇവിടെ 5 വരും, ഇവിടെ 7 വരും, ഇവിടെ 47 വരും. സോ ആൻസർ ഇസ് 47/2 യൂണിറ്റ്സ്. ഓക്കെ, 47/2 യൂണിറ്റ്സ്. ക്ലിയർ? ഇതാണ് നമ്മുടെ ആൻസർ. പിന്നെ ഡിറ്റർമിനൻസിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സോൾവിംഗ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ബൈ ദ മെത്തഡ് ഓഫ് മെട്രിക്സ്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ,
അതായത് ഇതിനെ എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ് നമുക്ക് മെട്രിക്സസ് ആയിട്ട് മാറ്റി എഴുതാൻ പറ്റും. എ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കാണുന്ന കോഎഫിഷ്യൻസ് ഓഫ് വേരിയബിൾസ്, അതാണ് മെട്രിക്സ് എ. എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ മെട്രിക്സ് എക്സ് വൈ സെഡ് ആണ്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യം എ എഴുതാം. എ എന്താ മെട്രിക്സ് വരിക, എ ഇസ് ഈക്വൽ ടു 3 -2 3 2 1 -1 2 1 -1 4 -3 2. ഇതാണ് എ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസ് വരുന്ന മെട്രിക്സ് എക്സും വൈയും സെഡും. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻസ് വരുന്ന മെട്രിക്സ് 8 1 4. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് സിസ്റ്റത്തിനെ മാറ്റി എഴുതുക. ഇനി ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഈ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആൻഡ് ദ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാണുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്? വാട്ട് ഇസ് ദ ഫോർമുല ടു ഫൈൻഡ് ദ ഇൻവേഴ്സ്? എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 / ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. ഇതാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലേ. അപ്പൊ അഡ്ജോയിന്റ് ഓഫ് എ എന്താണെന്ന് പറയാം. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ ഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ മെത്തേഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. സോ അഡ്ജോയിന്റ് ഓഫ് എ ആദ്യം എഴുതാം. അതായത് നമ്മളൊരു കോ ഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പോവാണ് ഇവിടെ. കോ ഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കുന്നു, അതിന്റെ ട്രാൻസ്പോസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഒരു സിഗ്നൽ സൈൻ മെട്രിക്സ് ഡിറ്റർമിനന്റ് പഠിച്ചു വെക്കണം. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അതായത് ഈ 4 പൊസിഷൻസിൽ നെഗറ്റീവ് ആണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇത്ര ആദ്യം ഓർത്ത് വെക്കാം. ഇനി നോക്കിക്കേ, നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നു. ഓക്കെ, ഈ എലമെന്റ് എടുക്കുന്നു. ഇതിന്റെ കോ ഫാക്ടർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഈ മെട്രിക്സിലോട്ട്, അഡ്ജോയിന്റിലോട്ട്. ഇതിന്റെ കോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ 3 ഇരിക്കുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടെങ്കിൽ എഴുതിയാൽ മതി. ഓക്കെ, എന്താ വരിക, 1 × 2 മൈനസ് ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ 2 - 3 2 - 3 -1 വരും. ഓക്കെ, അടുത്ത എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ പൊസിഷൻ, ഇതാണ് പൊസിഷൻ. ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക, എന്താ വേണ്ടേ, കിട്ടുന്ന എലമെന്റ് എന്താണോ അതിന് നെഗറ്റീവ് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, അപ്പൊ ഇവിടെ 4 - -4 8 ആണ് ശരിക്കും വരേണ്ടത്, പക്ഷെ പൊസിഷൻ ഇതായതുകൊണ്ട് -8 എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ കേസിൽ -6 - 4 അതായത് -10 ആണ് വരിക. ഇനി അടുത്ത കേസിൽ എന്താ വരുന്നത്, -4 + 9 -4 + 9 5 വരും. റൈറ്റ്. ഇനി അടുത്തതിലോ 6 - 12 അപ്പോൾ -6. ഓക്കെ, ഇവിടെ നമ്മൾ നെഗറ്റീവ് മറന്നുപോയി അല്ലേ, ഇവിടെ -5 ആണ് വേണ്ടത്. അവിടെ +5 കിട്ടിയാലേ -5 നമ്മൾ ഇടാൻ പാടുള്ളൂ. ഇവിടെ -6 വരും. പിന്നെ എന്താ, പിന്നെ ഇതാണ് വരിക -9 + 8 -9 + 8 -1 ആണ്. പക്ഷെ പൊസിഷൻ നോക്കിക്കേ, നെഗറ്റീവ് ആവേണ്ടേ, +1 ഇടാം. -1 കിട്ടി, അതിന് നെഗറ്റീവ് എടുത്തു. ഇനി അടുത്ത എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ 2 - 3 -1 -1. പിന്നെ അടുത്തതോ -3 -6 -3 -6 എന്ന് പറഞ്ഞാൽ -9 ആണ്, പക്ഷേ സൈൻ ഇതായതുകൊണ്ട് +9 ഇടണം. ഇനിയോ ഇവിടെ വരുന്നതോ 3 + 4 3 + 4 7. ഇതാണ് അഡ്ജോയിന്റ് മെട്രിക്സ്, അതായത് കോ ഫാക്ടർ മെട്രിക്സ്. പക്ഷെ ഇതിനെ ട്രാൻസ്പോസ് എടുത്താലാണ് അഡ്ജോയിന്റ് ആവുക. സോ അഡ്ജോയിന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു -1 -5 -1 -8 -6 9 -10 1 7. ഇത്രയാണ് നമുക്ക് അഡ്ജോയിന്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. സോ അഡ്ജോയിന്റ് ഓഫ് ഇതാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 / ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. നമുക്കൊന്ന് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാലേ. ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു, ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കുക, ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു, നോക്കിയേ, ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 3 × 2 -3 2 - 3 -2 അല്ലേ. അപ്പോൾ +2 വരും. +2 × എന്താ വരിക, 4 + 4 + 4. ഓക്കെ, പിന്നെ എന്ത് വന്നു, പിന്നെ 3 × -6 - 4 -6 - 4. ഇതാണ് ഡിറ്റർമിനന്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ 3 × -1 + 2 × 8 + 3 × -10. സോ -3 + 16 -30, അതായത് -33 + 16 എന്ന് പറയുമ്പോൾ -17 ആണ് ഡിറ്റർമിനന്റ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് മക്കളെ, ഡിറ്റർമിനന്റ് 0 ആയി കഴിഞ്ഞാൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് നോട്ട് 0 ആയതുകൊണ്ട് ഇൻവേഴ്സ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളിലേക്ക് അങ്ങ് കടന്നേക്കാം. നോക്കി, നമ്മൾ x ഇസ് ഈക്വൽ ടു 1 / ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു adjoint of a -1 -5 -1 -8 -6 9 -10 1 7. adjoint of a ഇൻറ്റു എന്താ ചെയ്യേണ്ടത്, ബി ചെയ്യണം. 8 1 4 ആണ് നമ്മുടെ ബി. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സിനും വൈക്കും സെഡിനും ഓരോ വാല്യൂസ് കിട്ടും. ഓക്കെ, സോ -1/17 ഇൻറ്റു
നോക്കിയേ, -1 into 8 -8 -5 -4. ഓക്കെ, അടുത്ത കോളത്തിൽ എന്താ വരുന്നത്? റോയിൽ -64 -6 +36. അടുത്ത റോയിൽ എന്താ വരിക? -80 +1 +28. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സും വൈയും സെഡും ഒക്കെ കിട്ടും. ഫസ്റ്റ് നോക്കിക്കേ, ഫസ്റ്റ് എന്താ വരുന്നത്? -8 -9, അതായത് -17. -17 by -17 1 വരും അല്ലേ? പിന്നെ -64 -6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -70, -70 + 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -34. -34 by -70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. ഇനി -80 + 29. അപ്പോൾ 80ൽ നിന്ന് 29 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 51 കിട്ടും. -51 by -70 3. അതായത് മക്കളെ എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 2, സെഡിൻ്റെ വാല്യൂ 3. ഇതാണ് സോൾവിങ് ഓഫ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. കണ്ടോ, ഡിറ്റർമിനൻസിന് നമുക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ. ഇതൊരു 6 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ തന്നെ ആയി നമ്മുടെ മാർക്സ് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് ചെയ്യാൻ പഠിച്ചാൽ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ കയ്യിലായിട്ടിരിക്കും. സോ ഡിറ്റർമിനൻസും ഞാൻ മെട്രിക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് പഠിക്കാം.